ഗ്രീൻ തമ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളൊരു ചെടി പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ചെടി ഇത് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമായിരിക്കും. ഇത് ബട്ടർഫ്ലൈ ചെടി എന്നാണ് ഇതിനെ സാധാരണ അറിയപ്പെടുന്നത്. പിന്നെ കിലുക്കി എന്നും ഇതിന് പേരുണ്ട്. ഈ ഒരു ചെടി നമ്മുടെ ഗാർഡനിലുണ്ടെങ്കിൽ നമുക്ക് ധാരാളം പൂമ്പാറ്റകൾ നമ്മുടെ ഗാർഡനിലേക്ക് വരും. ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു പൂമ്പാറ്റയാണ് വരുന്നത്. ഒരു വെയിലൊക്കെ നന്നായിട്ട് ഉദിച്ചു കഴിയുമ്പോൾ ധാരാളം പൂമ്പാറ്റകൾ നമ്മുടെ ഗാർഡനിൽ മുഴുവനും ഇങ്ങനെ പറന്ന് നടക്കും. പിന്നെ ചില വണ്ടുകൾ അങ്ങനെ ഒത്തിരി സാധനങ്ങളിങ്ങനെ വന്ന് തേൻ കുടിച്ച് പോകും. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ആ സമയത്ത് ഇങ്ങനെ തൂങ്ങി കിടക്കും. പൂക്കൾ കാണാൻ വലിയ ഭംഗിയുള്ള പൂക്കളൊന്നുമല്ല, ഇങ്ങനെ സാധാരണ പൂക്കളാണ്. ഇതാണ് ഇതിൻ്റെ പൂക്കൾ. ഇതിൻ്റെ വിത്തുകളൊക്കെ ഉടനെ തന്നെ റെഡിയാവും. അപ്പോൾ ഞാൻ തയ്യാക്കുന്നുണ്ട്. വേറെ ഒരു ചെടി കൂടെ പരിചയപ്പെടുത്താം. ഇത് മറ്റൊരു ബട്ടർഫ്ലൈ ചെടി എന്നാണ് അറിയപ്പെടുന്നത്. വയലറ്റ് കളറിൽ ഇങ്ങനെ കുഞ്ഞു പൂക്കളുണ്ടാവുന്ന ഈ ഒരു ചെടി. ഇതുകൊണ്ട് അതിൻ്റെ തന്നെ വൈറ്റ് കളറും ഉണ്ട്. ഇങ്ങനെ 2 കളറിൽ പൂക്കളുണ്ടാവുന്ന ചെടിയാണ്. ഈ ഒരു ചെടിയും നമ്മുടെ ഗാർഡനിലുണ്ടെങ്കിൽ ഒരുപാട് തേനീച്ചകൾ നമ്മുടെ ഗാർഡനിലേക്ക് വരും. തേനീച്ചകൾ വന്ന് ഇതിൽ നിന്ന് തേൻ കുടിച്ച് അങ്ങനെ പോകുന്നതായിട്ട് നമുക്ക് എപ്പോഴും കാണാം. മിക്കവാറും സമയങ്ങളിൽ ഇതിൽ തേനീച്ച വന്നിരുന്ന് ഇങ്ങനെ തേൻ കുടിക്കും. ഇതുപോലെ ഒരുപാട് ചെടികളുണ്ട്. ഇപ്പോൾ ഈ പൂമ്പാറ്റകളെയും തേനീച്ചകളെയൊക്കെ നമ്മുടെ ഗാർഡനിലേക്ക് ആകർഷിക്കുന്ന ഒരുപാട് ചെടികൾ നമുക്കുണ്ട്. ഇങ്ങനെ ചില ബട്ടർഫ്ലൈ ഗാർഡനിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഇഷ്ടംപോലെ ചെടികൾ കാണാം. അപ്പോൾ ഈ 2 ചെടികൾ എൻ്റെ കയ്യിലുണ്ട്. അതിൻ്റെ ഉടനെ തന്നെ തൈകളൊക്കെ ആവും. അപ്പോൾ ഞാനതിൻ്റെ സെയിൽ വീഡിയോ അന്നേരം ഇടുന്നതാണ്. ആ സമയത്ത് എല്ലാവർക്കും ഞാൻ തൈകളൊക്കെ വളരെ ചെറിയ റേറ്റിൽ ഞാൻ തരുന്നതാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇതിൻ്റെ ചെടികളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അപ്പോൾ വീഡിയോ കാണുക, ചെടികളൊക്കെ ബുക്ക് ചെയ്ത് വയ്ക്കുക. എല്ലാവർക്കും തരുന്നതാണ് ഈ ഒരു ചെടി. വളരെ ഒരു ഭംഗിയുള്ളൊരു ചെടി. ഭംഗിയുള്ള ചെടി എന്നല്ല, നമുക്ക് ഗാർഡൻ മൊത്തം ഒരു എനർജറ്റിക് ആക്കാനായിട്ട് നമുക്കൊരു പോസിറ്റീവ് എനർജി തരുന്ന ഒരു ചെടി തന്നെയാണ് എന്തായാലും ഈ ഒരു ചെടി. ഇങ്ങനെയുള്ള ചെറിയ പൂക്കളും അത്രയേ ഉള്ളൂ പൂക്കളൊക്കെ കാണാനായിട്ട്. പക്ഷെ ആ ഒരു സമയത്ത് അതിനകത്ത് വരുന്ന പൂമ്പാറ്റകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അതിശയം തോന്നിപ്പോകും. എനിക്ക് 11 മണിക്ക് വന്ന് വീഡിയോ എടുക്കാനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ്. ഇനി എപ്പോഴെങ്കിലും ഒരു സമയം കിട്ടുമ്പോൾ ഞാൻ ആ സമയത്ത് വീഡിയോ എടുത്ത് ഇടുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ ഒരു ചെടി പരിചയപ്പെടുത്താനാണ് ഈ വീഡിയോ ഇട്ടത്.